ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. റോഡ് നിയമങ്ങൾ പാലിക്കൂ, സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗിലെ വലിയൊരു അബദ്ധം അല്ലെങ്കിൽ വലിയൊരു മിസ്റ്റേക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ ഒന്ന് ഒഴിവാക്കണം. വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ കാര്യം ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരുപാട് പേര് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഈ മെത്തേഡിൽ സെക്കൻഡ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കയറ്റത്ത് പെട്ടെന്ന് ഒരു കയറ്റം കാണുന്ന സമയത്ത് ഫസ്റ്റ് കൊടുക്കുന്ന ഒരു രീതി, സെക്കൻഡിൽ നിന്ന് കൊടുക്കുന്ന രീതി. പെട്ടെന്ന് സെക്കൻഡിൽ നിന്ന് ചിലപ്പോൾ ചില നിരപ്പ് റോഡുകളിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കും. അതുപോലെ തന്നെ ചില ഇറക്കങ്ങളിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കും. ഇത് സെക്കൻഡ് ഗിയറിൽ നിന്ന് മാത്രമല്ല, ചിലപ്പോൾ ഫോർത്തിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് വലിയ അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. തേർഡിൽ നിന്ന് ചിലപ്പോൾ ഫസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കും. അതും വലിയ അബദ്ധങ്ങൾ ഡ്രൈവിംഗിൽ ചെയ്യാറുണ്ട്. അപ്പോൾ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ നിങ്ങളെ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒഴിവാക്കാനായിട്ട് എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടതെന്നും നിങ്ങളെ കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കാണുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വാഹനം പഠിക്കുന്നവർക്ക് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാം. എല്ലാ ദിവസവും വൈകിട്ട് 7:30 നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോകൾ വരുന്നതാണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലും ക്ലച്ചിലും വരുന്നു. ഞാനിവിടെ ഇത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഫസ്റ്റ് കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു. ഓക്കെ, എടുത്താൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ഇത്തിരി മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് കൊടുത്തു. ഇങ്ങനെ സെക്കൻഡ് കൊടുത്തു പോകുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തേർഡ് കൊടുക്കുന്ന സമയത്ത് അറിയാതെ ഫസ്റ്റിലേക്ക് ഇടും. അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അതായത് ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ വരികയാണ്. അപ്പം ഒരുപാട് തുടക്കക്കാർ ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം വന്നു, റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് കരുതി, അപ്പോൾ വണ്ടിക്ക് മൂവ്മെന്റ്സുമായി ഒരു ചെറിയ ഇറക്കം കൂടി റോഡാണ്. അപ്പോൾ ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ക്ലച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യും, തേർഡിന് വരെ ഫസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ക്ലച്ച് ഒന്ന് ഒറ്റയെടുപ്പ് എടുക്കും. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, വണ്ടിക്കുള്ളിൽ വന്ന ജെർക്ക് എന്തോരം ഉണ്ടെന്ന് നോക്കിക്കേ. ഒരിക്കലും ഇങ്ങനെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യരുത്. തെറ്റ് ഗിയർ മാറാനേ പാടില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ തല വന്ന് ഇത് ഇവിടെ ഇടിക്കും. പുറകിൽ മറ്റാൾക്കാരുണ്ടെങ്കിൽ അവർ വന്ന് നമ്മളുടെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ സീറ്റിലിടിക്കും. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാണ്, വാഹനത്തിന് ബുദ്ധിമുട്ടാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ സെക്കൻഡ് ഗിയറിൽ നിന്ന് അറിയാതെ തേർഡ് കൊടുക്കുന്നതാണ്, ഫസ്റ്റ് കൊടുക്കരുത്. അപ്പം നിങ്ങൾ അവിടെ സെക്കൻഡ് ഗിയറിൽ നിന്ന് സമയത്ത് അത് തെറ്റാതിരിക്കാനായിട്ടുള്ള ഒരു വഴി ഞാൻ നിങ്ങളെ കാണിച്ചാൽ, ഇപ്പം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തല്ലോ, വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഇതേ കൈ ഇങ്ങനെ പിടിച്ച് നമ്മൾ സെക്കൻഡ് കൊടുക്കുക. എന്നിട്ട് തേർഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൈ ഇങ്ങനെ തിരിച്ചു പിടിക്കണം. ഇത് ഇങ്ങനെ തിരിച്ചു പിടിക്കുമ്പോൾ ഉള്ള ഒരു ഗുണമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗിയർ ഇടുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും പ്രഷർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും ഫസ്റ്റ് ഗിയറിലേക്ക് അറിയാതെ ഗിയർ പോയി വീഴാൻ സാധ്യതയില്ല. പക്ഷെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ ഫസ്റ്റ് കൊടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, തേർഡ് കൊടുക്കാൻ നേരത്ത് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക, കൈ ഇങ്ങനെ ഗിയർ ലിവർ പിടിക്കുക, എന്നിട്ട് ക്ലച്ച് പിടിക്കുക, ജസ്റ്റ് ന്യൂട്രലാക്കി കൊടുക്കുക. ആദ്യം ന്യൂട്രൽ വരുന്ന സമയത്ത് വന്നു, അതിനുശേഷം ചുമ്മാ മേളിലേക്ക് ഒന്ന് വെറുതെ എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഫസ്റ്റ് ഗിയറിലേക്ക് വീഴത്തില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് തേർഡ് ഗിയർ ഇടാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക, മാറി ഗിയർ ഇടരുത്. ഇനി ഒരുപാട് പേര് ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഇതുപോലെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കും. ഫസ്റ്റ് ഗിയറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വലിയ അബദ്ധങ്ങളാണ് പറയുന്നത്. അതായത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് കൊടുക്കുന്നു. സെക്കൻഡ് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് മുന്നിൽ ഒരു കയറ്റം കണ്ടു. കയറ്റത്തിന്റെ അളവൊന്നും നോക്കുന്നില്ല. ഇപ്പൊ ചെറിയൊരു കയറ്റമാണ് ഇവിടെ കാണുന്നത്, എന്നാൽ മുന്നോട്ട് നമുക്ക് സെക്കൻഡ് ഗിയർ കയറി പോകുന്ന ഒരു കയറ്റേ ഉള്ളൂ. ഇങ്ങനെയുള്ള കയറ്റങ്ങൾ കാണുന്ന സമയത്ത് കയറ്റം കണ്ടു എന്ന് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആക്സിലറേഷൻ കൊടുക്കും, കയറ്റം കയറുന്നതിനോടൊപ്പം ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കും, ക്ലച്ച് എന്ന് എടുക്കും. അപ്പോഴും വീണ്ടും എന്ത് ചെയ്യും, ഈ ജെർക്ക് വരും വാഹനത്തിനുള്ളിൽ. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് കൊടുക്കരുത്. മനസ്സിലായല്ലോ? ഒരു കാരണവശാലും ഒരു കയറ്റം നിങ്ങൾ കണ്ടു, ചെറിയൊരു കയറ്റമാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ കയറി പോകാൻ കഴിയും. ഇപ്പം ഞാൻ ഈ കയറ്റത്തിൽ നിങ്ങളെ അത് കാണിച്ചു തരാം. നിങ്ങളിൽ പല ആൾക്കാരും എന്ത് ചെയ്യും, ചെറിയ കയറ്റം കാണുമ്പോഴേ ഫസ്റ്റ് കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താലും വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരും. ഫസ്റ്റ് നമ്മൾ സഡൻ ബ്രേക്ക് ചവിട്ടുമല്ലോ, ആ അവസ്ഥയാണ് വരുന്നത്. ഇപ്പം ഹാഫ് ക്ലച്ച് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്താൽ ഉടൻ തന്നെ ക്ലച്ച് പിടിച്ചത് ഞാൻ സെക്കൻഡ് കൊടുത്തു, ക്ലച്ചേ നയിച്ചു. ഇത് ചെറിയൊരു കയറ്റമാണ്. അതുകൊണ്ട് വളരെ സുഖകരമായിട്ട് സെക്കൻഡ് ഗിയറിൽ ഈ കയറ്റം കയറി പോവാണ്. ഇവിടെ നമ്മൾ മറ്റൊരു ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എതിരെ ഒരു വലിയ വണ്ടി ഇറങ്ങി വന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു തടസ്സം വന്നാലേ ഫസ്റ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ അവിടെ കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ചുമ്മാ കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. വണ്ടിയുടെ വേഗത നന്നായിട്ട് ആവറേജ് നല്ല രീതി കുറഞ്ഞു, റണ്ണിങ് അത്യാവശ്യം നല്ല രീതി കുറഞ്ഞിട്ട് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തോ, ക്ലച്ചേ നയിച്ചോ. അപ്പോൾ നമ്മുടെ വണ്ടിക്കുള്ളിൽ ഒരു കാരണവശാലും ജെർക്ക് വരത്തില്ല. അപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, റണ്ണിങ് പരമാവധി
പരമാവധി നല്ല രീതിയിൽ കുറഞ്ഞിട്ടാണെങ്കിൽ ഫസ്റ്റ് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ വീണ്ടും കാണിക്കാം. സെക്കൻഡ് കൊടുക്കുന്നു, ഇങ്ങനെ വരുവാണ്. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് കൊടുക്കണം. അപ്പം ഉടനടി പിടിച്ചിടുക എന്നുള്ളതല്ല, ആക്സിലറേഷൻ ജസ്റ്റ് അയച്ചു, സ്പീഡ് കുറഞ്ഞു, റണ്ണിങ് കുറഞ്ഞു, ക്ലച്ച് പിടിച്ചു, ഫസ്റ്റ് കൊടുത്ത് ക്ലച്ച് ചെയ്യാൻ അയച്ചു, കണ്ടോ? അപ്പം വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് കയറ്റങ്ങളിൽ ഇത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം പറയാം. നിങ്ങൾ ചില ആൾക്കാർ ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ സെക്കൻഡ് കൊടുക്കുന്നു, വണ്ടിക്ക് വീണ്ടും മൂവ്മെൻറ്റ്സ് നൽകി, തേർഡ് ഗിയർ കൊടുത്തു. ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് മുന്നിൽ ഒരു ഗട്ടറോ അല്ലെങ്കിൽ ഒരു ഹമ്പോ ഈ പറഞ്ഞ പോലെ ഒരു കയറ്റോ കാണുമ്പോൾ ചില ആൾക്കാർ തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കാറുണ്ട്. ഒരിക്കലും ചെയ്യരുത്. തേർഡിൽ നിന്ന് കൊടുത്താലുള്ള പ്രശ്നം വളരെ ഗുരുതരമാണ്. സ്പീഡ് കൂടുതലായിരിക്കും. സെക്കൻഡിൽ നിന്ന് കൊടുക്കുന്ന പോലെയല്ല. സെക്കൻഡിൽ സ്പീഡ് കുറവിലായിരിക്കും വരുന്നത്. തേർഡിൽ പോകുമ്പോൾ ഒരു 40-35 കിലോമീറ്റർ വേഗതയിൽ നമ്മളിത് ഇതുപോലെ പോവാണ്. ഇതുപോലെ വേഗതയിൽ നമ്മൾ പോകുന്ന സമയത്തായിരിക്കും തേർഡ് ഗിയറിൽ എന്ന് പറയുമ്പോൾ ഒരു 30-35 കിലോമീറ്റർ വേഗതയാണ്. നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് കൊടുത്താൽ എന്ത് ചെയ്യും? നല്ല എഞ്ചിൻ ബ്രേക്കിംഗ് ആണ് വാഹനത്തിനുള്ളിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കരുത്. തേർഡിൽ നിന്ന് ഫസ്റ്റ് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ വണ്ടി സ്ലോ ചെയ്യണം. ബ്രേക്കേ വന്ന് വണ്ടി നല്ല രീതിയിൽ സ്ലോ ചെയ്ത് വണ്ടിയുടെ വേഗത നന്നായിട്ട് കുറഞ്ഞിട്ട് പതിയെ ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തോ, ക്ലച്ച് എന്ന് റിലീസ് ചെയ്തോ, ഒരു ജെർക്ക് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ വരത്തില്ല. ഇത് ഫോർത്തിൽ നിന്ന് ഇരുന്ന സമയത്തും ഇത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. ഇനി ഞാൻ വീണ്ടും അടുത്തൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇറക്കങ്ങളിൽ ചില ആൾക്കാർ ഫസ്റ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. കുത്തനെയുള്ള ഇറക്കങ്ങളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ആണ് അനിവാര്യം. പക്ഷെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ ഈ രീതിയിൽ കൊടുക്കരുത്. ഇപ്പം ഞാൻ ഇതൊരു കുത്തനെയുള്ള ഇറക്കമായിട്ട് നിങ്ങൾ സങ്കല്പിക്കാം. ഓക്കെ, അപ്പം നമ്മൾ വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്തെടുത്തു. എന്നിട്ട് നമ്മൾ ചെറിയ ഇറക്കം ആയതുകൊണ്ട് ചിലർ എന്ത് ചെയ്യും? സെക്കൻഡ് ഗിയറിലേക്ക് ഇടും. എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നതിനനുസരിച്ച് ഇറക്കത്തിൻ്റെ അളവ് കൂടിയില്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും? സെക്കൻഡിൽ പോയ സ്പീഡ് കൂടില്ലോ എന്ന് തോന്നിയിട്ട് ബ്രേക്ക് കാല് വെച്ച് ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുത്തിട്ട് ക്ലച്ച് എന്ന് ഒറ്റ എടുപ്പെടുക്കും. ഇത് വലിയ അപകടമാണ്. കുത്തനെയുള്ള ഇറക്കങ്ങളിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫസ്റ്റ് കൊടുക്കരുത്. അവിടെ ജെർക്കാണ് കൂടുതൽ വരിക. അതിനെന്ത് ചെയ്യണം? ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി അവിടെ നിർത്തുക. എന്നിട്ട് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ആദ്യം ബ്രേക്ക് പതുക്കെ അയക്കുക കുത്തനെയുള്ള ഇറക്കങ്ങളിൽ. എന്നിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വരിക. അപ്പോൾ ഫസ്റ്റ് ഗിയറിന് പിടുത്തത്തിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലും ബ്രേക്കിലുമായിട്ട് കുത്തനെയുള്ള ഇറക്കത്തെ ഇറങ്ങണം. അങ്ങനെയേ നിങ്ങൾ വാഹനം ഓടിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വാഹനം നിർത്തിയിട്ടെടുക്കുന്ന ഒരു ഗിയറാണ്. ഒരു വണ്ടി എപ്പോഴൊക്കെ സ്ലോ ആകുന്നോ അപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു ഗിയറാണ്. അപ്പോൾ ഈ ഗിയറിന് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു എൻജിൻ ബ്രേക്കിംഗ് ഉള്ള ഒരു ഗിയറാണ്. നല്ല രീതിയിലുള്ള ഒരു പിടുത്തമുള്ള ഒരു ഗിയറാണ്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയിൽ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ ഒരു ഗിയറിൽ നിന്ന് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഫിഫ്ത്തിൽ നിന്നും കൊടുക്കാൻ പാടില്ല, ഫോർത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല, തേർഡിൽ നിന്ന് കൊടുക്കാൻ പാടില്ല, സെക്കൻഡിൽ നിന്നും കൊടുക്കാൻ പാടില്ല. എന്നാൽ കൊടുക്കാൻ പാടുണ്ട്. അത് എപ്പോഴാണ്? നമ്മുടെ വണ്ടി നന്നായിട്ട് സ്ലോ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കാവുള്ളൂ. ഇപ്പോൾ ഫിഫ്ത്തിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടി സ്ലോ ആയോ, നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടിക്കോ, ഫസ്റ്റ് ഗിയർ കൊടുത്തോ, ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തോ, ഒരു തരത്തിലുള്ള ജെർക്കും വരത്തില്ല. ഫോർത്തിൽ പോകുന്ന സമയത്ത് വണ്ടി സ്ലോ ആയോ, നിങ്ങൾ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുത്തോ, എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്തോ, ജെർക്ക് വരത്തില്ല. ഇത് തേർഡിലും സെക്കൻഡിലും നിങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ടും ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രമിക്കണം. കാരണം ഇത് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിവ് പോലെ പ്രയോജനം ചെയ്തെന്ന് കരുതുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കി തേടി കയറി വരികയാണ്, കയറ്റം കയറുന്നില്ല, വണ്ടി സ്ലോ ആയി എന്ന് തോന്നിയപ്പോൾ ക്ലച്ച് പിടിച്ചു, ഫസ്റ്റ് കൊടുത്തു, ക്ലച്ച് എന്ന് റിലീസ് ചെയ്തു. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ വീഡിയോ പ്രയോജനം ചെയ്തെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാ ദിവസവും വൈകിട്ട് 7:30 നമ്മുടെ ചാനലിലൂടെ പുതിയ വീഡിയോകൾ കാണാം. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.